നമസ്കാരം. ഇടത് സംഘടനാ നേതാക്കളുടെ എതിർപ്പുകൾ അവഗണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒപ്പം ചേർന്നിരിക്കുകയാണ്. SSLC പരീക്ഷയിൽ മിനിമം മാർക്ക് നടപ്പാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെ KSDAയും SFIയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഉയർത്തിയിരിക്കുന്ന എതിർപ്പുകളെ അവഗണിച്ചിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് പിന്തുണയറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത്. അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താൻ മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ടു പോകട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾക്കൊപ്പം കുറവുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ വസ്തുതാപരമായി അംഗീകരിച്ച എന്ത് ചെയ്യാനാകുമെന്ന് ഗൗരവമായി ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഈ അധ്യയന വർഷം നിലവിൽ വരുന്ന പുതിയ പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ശിവൻകുട്ടിക്ക് ഒപ്പമാണ് താനുമെന്ന് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചത്. SSLCക്ക് മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ പിന്തള്ളപ്പെടുന്നത് പിന്നാക്ക വിഭാഗക്കാരായിരിക്കുമെന്ന വിദ്യാഭ്യാസ കോൺക്ലേവിൽ വാദിച്ച KSDAക്ക് കണക്കുകൾ സഹിതം മന്ത്രി V ശിവൻകുട്ടി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അക്കാദമിക് നിലവാരം ഉയർത്തണമെന്ന് പറയുമ്പോൾ അത് പിന്നാക്കക്കാരായ കുട്ടികളെ ബാധിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. കഴിഞ്ഞ SSLC പരീക്ഷയിൽ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിജയ ശതമാനം 98.43% വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ വിജയവും ഇതുപോലെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും കുട്ടിക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ പരീക്ഷ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരാനും അവസരമുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന മന്ത്രി ചൂണ്ടിക്കാട്ടി. SSLC പരീക്ഷ മൂല്യനിർണ്ണയത്തിൽ വിഷയം മിനിമം മാർക്ക് എന്ന് കൊണ്ടുവരുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും പിന്തുണ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. മിനിമം മാർക്ക് ഏർപ്പെടുത്തുക എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വിയോജിച്ച ഭരണപക്ഷ അധ്യാപക സംഘടനകളെ മുഖ്യമന്ത്രി അതിരൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താൻ മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. അതേസമയം നേരത്തെ തന്നെ SSLC ജയിക്കാൻ എഴുത്തു പരീക്ഷയിൽ 30% മിനിമം മാർക്ക് നിർബന്ധമാക്കുന്നതിനെ എതിർത്തുകൊണ്ട് CPM പക്ഷത്തെ 3 സംഘടനകൾ രംഗത്ത് വന്നുവെങ്കിലും അതിനെ അവഗണിക്കാൻ തന്നെയായിരുന്നു സർക്കാരിന്റെ തീരുമാനം. സ്കൂൾ വിദ്യാലയത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പരിഷ്കരണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് മന്ത്രി V ശിവൻകുട്ടി ഇതിന്റെ ഭാഗമായി തീരുമാനത്തിൽ അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ അധ്യാപക സംഘടനകളും കരിക്കുലം കമ്മിറ്റി അംഗങ്ങളും വിദ്യാഭ്യാസ വിദഗ്ധരും സർക്കാർ നീക്കത്തെ പിന്തുണച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് ചേരിതിരിവ് പ്രകടമാകുന്നത്. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ളവരും തോൽക്കുന്ന ഗണത്തിൽ ഉൾപ്പെടുകയാണെന്നതായിരുന്നു KSDA സംസ്ഥാന സെക്രട്ടറി K ബദറുന്നീസിന്റെ വാദം. കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന സംവിധാനം വേണ്ട എന്ന് വയ്ക്കുന്നത് അപകടമാണെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധിയായിട്ടുള്ള OM ശങ്കരനും പറയുകയുണ്ടായി. കുട്ടികളെ തോൽപ്പിക്കാൻ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുന്നതിനോടുള്ള വിയോജിപ്പാണ് SFI സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള PM ആർഷോ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കുട്ടിയെ പോലും മാറ്റി നിർത്തലോ മനഃപൂർവ്വം തോൽപ്പിക്കലോ സർക്കാരിന്റെ നയമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമർശനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള മറുപടിയാണ് മന്ത്രി V ശിവൻകുട്ടി നൽകിയിരിക്കുന്നത്. ദേശീയ പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ പിന്നോട്ടാണ്. പരീക്ഷ ജയിക്കാൻ മാർക്ക് തന്നെ കൃത്യമായി വേണം. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താനുള്ള ശ്രമങ്ങളെ പട്ടികവർഗ വിഭാഗക്കാരുടെയും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെയും കാര്യം പറഞ്ഞ് ദുർബലപ്പെടുത്താൻ ആകില്ല. ഈ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നന്നായി അറിയുന്നവരാണ് ഭരിക്കുന്നത്. പഠനം നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് അധ്യാപകർക്ക് തന്നെയാണ്. അവരുടെ പ്രകടനവും വിലയിരുത്തപ്പെടണം. കോൺക്ലേവിലെ അഭിപ്രായങ്ങൾ കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയും ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടിയുടെ ഇത്തരം അഭിപ്രായത്തോട് യോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്.